എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്ക ചെമ്മീൻ തീയലാണ്. അത് ഏകദേശം ഒരു ബൗള് 1.25 കപ്പ് ഉണക്ക കൊഞ്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനാവശ്യമുള്ള തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 1.25 കപ്പ് തേങ്ങ, 3 പച്ചമുളക് നെടുകെ കീറിയത്, 1 പിടി കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില. നമുക്കിതൊന്ന് ചെറിയ തീയിൽ വറുത്തെടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ തേങ്ങ ഒരടുപ്പിൽ ഇങ്ങനെ മൂത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. തൊട്ടടുത്ത അടുപ്പിലേക്ക് ഞാനൊരു ചട്ടി എടുത്തു വെച്ചു. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് 15 കൊച്ചുള്ളി 2ആയി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇതിലേക്ക് ചേർത്തു. ഒപ്പം 2-3 കറിവേപ്പിലയും കൂടി ഇട്ടു. ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കാമേ, തക്കാളി ഒന്ന് പെട്ടെന്നൊന്ന് കുഴഞ്ഞു കിട്ടാനായിട്ട്. തേങ്ങ ഒരു പകുതി മൂപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി വളരെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. തീ കുറച്ച് തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. സിമ്മിലേക്ക് ഇട്ടിട്ട് ഇത് പതുക്കെ ഒന്ന് മൂപ്പിച്ച് ഈ മുളക് പൊടിയുടെ പച്ചമണം മാറ്റിയെടുക്കാമേ. ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാമേ. ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളി വഴുന്ന കാര്യം കൂടെ ഒന്ന് നോക്കാം. നമ്മുടെ കൊച്ചുള്ളിയും തക്കാളിയും നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കൊഞ്ച് റെഡിയാക്കി വെച്ചിരുന്നത് ഞാനൊരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി തോർത്തിയെടുത്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കേ. അങ്ങനെ നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കാം. പിന്നെ നമ്മുടെ കൊഞ്ചൊക്കെ നന്നായി വഴന്നു വന്നു. കൊഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പച്ചമുളക് തേങ്ങയിൽ നിന്ന് മാറ്റി കൊഞ്ചിലേക്ക് ചേർത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ജാറ് കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാമേ. അങ്ങനെ ആ മിക്സിയുടെ ജാറ് കഴുകി ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നീട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇനിയും വെള്ളം ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിനി ഇത് നമ്മൾ തേങ്ങാക്കൊത്തും ഉള്ളിയും ഒക്കെ കൂടെ ചേർത്ത് താളിച്ച് ചേർക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നമുക്ക് അതിനായിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. അങ്ങനെ നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 ചന്തമുളകും ഒരു 3 കൊച്ചുള്ളി കീറിയതും ആവശ്യത്തിന് കറിവേപ്പില. നമ്മുടെ താളിപ്പൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാക്കൊത്തൂടെ വറുത്ത് ചേർക്കാനുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ കൊഞ്ച് തീയൽ തയ്യാറായി കഴിഞ്ഞു. അതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചിട്ടു. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.